നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ അറ്റ്ലക്സാസിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ്. അറ്റലക്ടാസിസ് അറ്റലക്ടാസിസ് എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നും അതിൻ്റെ പാത്തോഫിസിയോളജി എന്താണെന്നും അതുണ്ടായാൽ നമ്മുടെ ശരീരം എന്തെല്ലാം ലക്ഷണങ്ങൾ കാണിക്കുമെന്നും അതിൻ്റെ നേഴ്സിംഗ് ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് മുതലായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ സിദ്ധാർത്ഥ് ആൻഡ് ബേർണർ എന്ന് പറയുന്ന ഈ ടെസ്റ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ആ കാര്യങ്ങളാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? അറ്റ്ലക്സാസിസ് റെഫേഴ്സ് ടു ദ ക്ലോസർ ഓർ കൊളാപ്സ് ഓഫ് ആൽവിയോളി. അതായത് ആൽവിയോളി എന്ന് പറയുന്ന ലങ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷണൽ യൂണിറ്റിൻ്റെ ക്ലോസറോ അല്ലെങ്കിൽ കൊളാപ്സോ, അത് ക്ലോസായി പോവുകയോ അല്ലെങ്കിൽ അത് നശിച്ചു പോവുകയോ ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ഈ അറ്റ്ലക്സാസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഓഫൺ ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ എ റിലേഷൻ ടു എക്സ്റേ ഫൈൻഡിങ് ആൻഡ് ക്ലിനിക്കൽ സൈൻ ആൻഡ് സിംറ്റംസ്. എക്സ്റേ ഫൈൻഡിങ് കൊണ്ടും ക്ലിനിക്കൽ സൈൻസ് ആൻഡ് സിംറ്റംസും കൊണ്ടാണ് ഇതിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്. ഇതിലൂടെയാണ് ഇതിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്. അറ്റ്ലക്സാസിസ് മേ ബി അക്യൂട്ട് ഓർ ക്രോണിക് ആൻഡ് മേ കവർ എ ബ്രോഡ് റേഞ്ച് ഓഫ് പാത്തോഫിസിയോളജിക്കൽ ചേഞ്ചസ് ഫ്രം മൈക്രോ അറ്റ്ലക്സാസിസ് which is not detectable on X-ray to the macro atlectasis with the loss of segmental lobar or overall lung volume. അതായത് മൈക്രോ അല്ലെങ്കിൽ മാക്രോ സ്റ്റേറ്റസുകൾ ഇതിനുണ്ട്. അതിൽ മൈക്രോയെ നമുക്ക് ബ്ലഡ് ഈ എക്സ്റേ വഴിയൊന്നും കണ്ടെത്താൻ പറ്റത്തില്ല. മാക്രോനെയാണ് നമുക്കങ്ങനെ ക്ലിനിക്കൽ സിംറ്റംസ് വഴിയും ബ്ലഡ് ടെസ്റ്റ് വഴിയും കണ്ടെത്താൻ പറ്റുന്നത്. മോസ്റ്റ് കോമൺലി ഡിസ്ക്രൈബ്ഡ് അറ്റ്ലക്സാസിസ് എന്ന് പറയുന്നത് അക്യൂട്ട് അറ്റ്ലക്സാസിസ് ആണ്. അതായത് ഈ അക്യൂട്ട് അറ്റ്ലക്സാസിസ് വിച്ച് ഒക്കർ ഫ്രീക്വൻ്റ്ലി ഇൻ എ പോസ്റ്റ് ഓപ്പറേറ്റീവ് സെറ്റിംഗ് ഓർ ഇൻ എ പീപ്പിൾ ഹൂ ആർ ഇമ്മൊബിലൈസ്ഡ് ഓർ ഹാവ് എ ഷാളോ മോണോട്ടോണസ് ബ്രീത്തിങ് പാറ്റേൺ. അതായത് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻ്റ്, അതായത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുന്ന പേഷ്യൻ്റ്, അങ്ങനെയുള്ള പേഷ്യൻറ്റിനും ഇമ്മൊബിലൈസ്ഡ് ആയ പേഷ്യൻ്റ്, അതായത് നടക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പേഷ്യൻ്റ്, അതുകൂടാതെ ആവശ്യത്തിന് ഓക്സിജൻ ലങ്സിന് ഒരു എക്സസൈസ് പോലെ കൊടുക്കാൻ പറ്റാത്ത, അതായത് നമ്മൾ ആവശ്യത്തിന് ഷാലോ ബ്രീത്തിങ് ആണ് അല്ലെങ്കിൽ മോണോട്ടോണസ് ബ്രീത്തിങ് പാറ്റേൺ ആണ്, അങ്ങനെയുള്ള ബ്രീത്തിങ് പാറ്റേൺ ഉള്ള ആളുകളുടെ ആൽവിയോളയ്ക്ക് ശരിക്കും ഉയരാനും താഴാനും പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു എക്സസൈസ് ആൽവിയോളിക്ക് കിട്ടുന്നില്ല. അതിൻ്റെ ഫലമായിട്ടും ഈ അക്യൂട്ട് അറ്റ്ലക്സാസിസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതുണ്ടാക്കാനുള്ള അടുത്ത കാരണമാണ് എക്സസ് സെക്രീഷൻ ഓർ മ്യൂക്കസ് പ്ലഗ്സ് മേ ഓൾസോ കോസ് ഒബ്സ്ട്രക്ഷൻ ഓഫ് എയർവേ ആൻഡ് റിസൾട്ട് ഇൻ എ അറ്റ്ലക്സാസിസ് ഇൻ ദ ഏരിയ ഓഫ് ദ ലങ്സ്. അതായത് സെക്രീഷൻ, അതായത് നമ്മുടെ ബോഡിയിലേക്ക് ലങ്സിലേക്ക് ഒരുപാട് സെക്രീഷനോ അല്ലെങ്കിൽ മ്യൂക്കസ് പ്ലഗോ, മ്യൂക്കസിൻ്റെ കട്ട കെട്ടി കല്ല് പോലെ ഇരിക്കുന്ന അവസ്ഥയിലുണ്ടാകുന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ മ്യൂക്കസിൻ്റെ തിക്നെസ് കൂടിയ സംഭവങ്ങളോ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം, എയർ ഫ്ലോയ്ക്ക് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം. ആൻഡ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ലങ്സിൽ അറ്റ്ലക്സാസിസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി അറ്റ്ലക്സാസിസ് ഓൾസോ ഈസ് ഒബ്സർവ്ഡ് ഇൻ എ പേഷ്യൻ്റ് വിത്ത് chronic airway obstruction that impedes or block the airflow to the area of the lung to an area of the lungs. അതായത് ലങ്സിൻ്റെ ചില ഏരിയകളിലേക്ക് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാലും ഈ പ്രശ്നം ഉണ്ടാകും. ഒബ്സ്ട്രക്റ്റീവ് അറ്റ്ലക്സാസിസ് ഇൻ എ പേഷ്യൻ്റ് വിത്ത് എ ലങ്സ് ക്യാൻസർ ദാറ്റ് ഈസ് ഇൻവേഡിങ് ഓർ കംപ്രസിങ് ദ എയർവേ. അതായത് ഒബ്സ്ട്രക്റ്റീവ് അറ്റ്ലക്സാസിസ് ഇൻ എ പേഷ്യൻ്റ് വിത്ത് ലങ് ക്യാൻസർ ഉണ്ടാകുന്ന പേഷ്യൻറ്റിന് ദാറ്റ് ഈസ് ഇൻവേഡിങ് ടു ഓർ കംപ്രസിങ് ദ എയർവേ. അത് എയർവേയിലേക്ക് കയറി വരികയും അങ്ങനെ എയർവേയിൽ കയറി വന്ന എയർവേക്ക് കംപ്രഷൻ ഉണ്ടാക്കുകയും ചെയ്താലും ഈ ഒബ്സ്ട്രക്റ്റീവ്
അറ്റ്ലറ്റാസിസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദീസ് ടൈപ്പ് ഓഫ് അറ്റ്ലറ്റാസിസ് ഈസ് മോർ ഇൻസിഡസ് ഓർ സ്ലോവർ ഇൻ ദ ഓൺസെറ്റ്. അതായത് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റത്തില്ല, അത് വളരെ പതിയെ ഉണ്ടാകത്തുള്ളൂ. ഇതാണ് അറ്റ്ലറ്റാസിസിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി പാത്തോളജി. എന്തെല്ലാം പാത്തോളജിക്കൽ ചേഞ്ചസ്, അതായത് രോഗം വരുമ്പം എന്തെല്ലാം അനാട്ടമിക്കൽ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അറ്റ്ലറ്റാസിസ് മേ ഒക്കർ ഇൻ എ adult as a result of reduced alveolar ventilation or any type of blockage that may impedes the passage of air to and from the alveoli that normally receive air to the bronchi or network of airway. അതായത് എയർവേയുടെ നെറ്റ്വർക്കിലൂടെ സാധാരണഗതിയിൽ ഓക്സിജൻ അകത്തേക്കും പുറത്തേക്കും വരുന്ന ഒരു പ്രവണതയാണുള്ളത്. അങ്ങനെയുള്ള പ്രവണത എവിടെയൊക്കെ ബ്ലോക്ക് ആകപ്പെടുന്നുണ്ടോ അങ്ങനെയുള്ള ബ്ലോക്കുകൾ ഉണ്ടായി ആൽവിയോളയിലുള്ള വെന്റിലേഷൻ റെഡ്യൂസ് ചെയ്യുന്ന അവസ്ഥയിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ അറ്റ്ലറ്റാസിസ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. ദ ട്രാപ്ഡ് ആൽവിയോളി എയർ, അതായത് അങ്ങനെ ട്രാപ്ഡ് ആൽവിയോളയുടെ എയർ അങ്ങനെ ഒബ്സ്ട്രക്റ്റഡ് ആകുമ്പം ബിക്കം അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീമിലേക്ക് അങ്ങനെ ആ ട്രാപ്ഡ് എയർ ആണ് അബ്സോർബ് ചെയ്യുന്നത്. ബട്ട് ഔട്ട്സൈഡ് എയർ കനോട്ട് റീപ്ലേസ് ദ അബ്സോർബ്ഡ് എയർ ബിക്കോസ് ഓഫ് ദ ബ്ലോക്കേജ്. ഔട്ട്സൈഡിലുള്ള എയറിന് ഇതിലേക്ക് വരാൻ പറ്റത്തില്ല. അപ്പം ഓൾറെഡി ഇവിടെ ട്രാപ്ഡ് ആയ എയറാണ് ഉള്ളിലേക്ക് പോകുന്നത്. ബ്ലോക്കേജ് കൊണ്ട് അബ്സോർബ്ഡ് ആയിട്ട് ഈ ആൽവിയോളയ്ക്കുള്ളിൽ തന്നെ ഇറക്കുന്ന എയറാണ്. അപ്പം അത് എന്താണ് ഉള്ളിൽ കിടക്കുന്നത്? അത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ആസ് എ റിസൾട്ട് ദ ഐസൊലേറ്റഡ് പോർഷൻ ഓഫ് ദ ലങ്സ് ബിക്കം എയർലെസ് ആൻഡ് ദ ആൽവിയോളി കൊളാപ്സ്. അപ്പം അങ്ങനെ എയർ കിട്ടാതെ വരുമ്പം ആ ഭാഗത്ത് എന്ത് സംഭവിക്കും? അവിടെയുള്ള ബിക്കം എയർലെസ്, ലങ്സ് ബിക്കം, ആ ഭാഗത്തുള്ള ലങ്സ് ബിക്കം എയർലെസ് ആൻഡ് ആൽവിയോളി കൊളാപ്സ്. എയർ കിട്ടാതെ എയർലെസ് ആയി മാറും. അതിന് ആ ഫങ്ഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെയാകുമ്പം അത് കൊളാപ്സ് ആയി പോകും. ദീസ് മേ ഒക്കർ വിത്ത് ആൾട്ടേർഡ് ബ്രീത്തിങ് പാറ്റേൺ, റീറ്റെയിൻഡ് സെക്രീഷൻ, പെയിൻ, ആൾട്ടറേഷൻ ഇൻ ദ സ്മോൾ എയർവേ ഫങ്ഷൻ, പ്രൊലോങ്ഡ് സുപ്പൈൻ പൊസിഷൻ, ഇൻക്രീസ്ഡ് abdominal pressure, reduced lungs volume due to the musculoskeletal or neurogenic disorder, restrictive defect, specific surgical procedure, upper abdominal, thoracic, open heart surgery, അങ്ങനെയുള്ള പ്രൊസീജിയർ. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഇത് സംഭവിക്കാനുള്ള കാരണങ്ങൾ. persistent low lung volume, secretions or mass obstructing or impeding the airflow and compression of the lungs tissue may also cause collapse or obstruction of the airway which leads to athletasis. അതായത് ഇതിൻ്റെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എങ്ങനെയെങ്കിലും എയർ അവിടെ ഒബ്സ്ട്രക്റ്റഡ് ആയാൽ ആ ഒബ്സ്ട്രക്റ്റഡ് എയറിനെ ഈ ലങ്സ് വീണ്ടും തിരിച്ചെടുക്കുന്ന പരിപാടി ലങ്സിന് കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ലങ്സിൻ്റെ ആ ഭാഗത്തിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരുമ്പം സ്വാഭാവികമായിട്ടും ആ ഫങ്ഷണൽ പ്രവർത്തനങ്ങളെല്ലാം നിലയ്ക്കും. അങ്ങനെ നിലയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ലങ്സിൻ്റെ ആ ഭാഗത്തെ ആൽവിയോളി കൊളാപ്സായി പോവുകയും അങ്ങനെ കൊളാപ്സായി പോകുന്നതുകൊണ്ട് ആ ഭാഗം ഡെഡ് പോർഷനായി പോവുകയും ചെയ്യും. അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളൊക്കെയാണ് ഈ പറഞ്ഞത്. ഇനി പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻ്റ് ഈസ് ദ ഹൈ റിസ്ക് ഓഫ് അറ്റ്ലറ്റാസിസ് ബിക്കോസ് ഓഫ് ന്യൂമറസ് റെസ്പിറേറ്ററി ചേഞ്ചസ് ദാറ്റ് മേ ഒക്വർ. ഒരുപാട് റെസ്പിറേറ്ററി ചേഞ്ചസ് ആ സമയത്തുണ്ടാകുന്നത് കൊണ്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻ്റാണ് ഇതിന് കൂടുതൽ സാധ്യതയുള്ളത്. എ മോണോട്ടോണസ് ലോ ടൈഡൽ ബ്രീത്തിങ് പാറ്റേൺ മേ കോസ് എയർവേ ക്ലോസർ ആൻഡ് ആൽവിയോളി കൊളാപ്സ്. മോണോട്ടോണസ് ലോ ടൈഡൽ ബ്രീത്തിങ്, അതായത് കട്ടി കുറഞ്ഞ ചെറിയ ബ്രീത്തിങ് ആണ് എടുക്കുന്നതെങ്കിൽ അത് കൊളാപ്സിലേക്ക് നയിക്കും. കാരണം ലങ്സിൻ്റെ എല്ലാ ഫങ്ഷൻ യൂണിറ്റിനും ഉപയോഗിക്കേണ്ട ആവശ്യം വരാത്തത് കൊണ്ട് ആ ഉപയോഗിക്കാത്ത ഭാഗങ്ങൾ നിർവീര്യമായി പോകുന്ന അവസ്ഥയാണ്, കൊളാപ്സിലേക്ക് പോകുന്ന അവസ്ഥയാണിത്. These result from the effect of anesthesia or analgesic changes, supine positioning,
സ്പ്ലിൻറ്റിംഗ് ഓഫ് ദ ചെസ്റ്റ് wall because of pain, abdominal distension. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻറ്റ് മേ ഓൾസോ ഹാവ് secretion retention, airway obstruction and impaired cuff reflex, or may be reluctant to cough because of the pain. ഇത്രയും കാരണങ്ങളാണ് ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻറ്റിന് ഇത് ഉണ്ടാകാൻ കാരണം പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻറ്റിൻ്റെ ഇത്രയും ചേഞ്ചസ് അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി അറ്റ്ലറ്റാസിസ് റിസൾട്ടിങ് ഫ്രം ബ്രോങ്കിയൽ ഒബ്സ്ട്രക്ഷൻ ബൈ സെക്രീഷൻസ് മേ ഒക്കർ ഇൻ എ പേഷ്യൻറ്റ് വിത്ത് ഇംപേർഡ് കഫ് മെക്കാനിസം. ഈ കഫ് മെക്കാനിസത്തെ റെസ്ട്രിക്റ്റ് ചെയ്യുക കുറയുന്നത് കൊണ്ടും ഈ പ്രശ്നം ഉണ്ടാകും. അപ്പം അതെങ്ങനെയാണ്? അതും കാരണം പോസ്റ്റ് ഓപ്പറേഷൻ കഴിയുമ്പം ആൾക്ക് ചുമയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പെയിൻ ഉണ്ടാകുന്നതുകൊണ്ട് ചുമ കുറയ്ക്കും. അപ്പം പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻ്റ് മസ്കുലോസ്കെൽറ്റൽ ഓർ ന്യൂറോളജിക്കൽ ഡിസോർഡർ ഓർ ബെഡ് റിഡൻ പേഷ്യൻ്റ്, ഡെബിലിറ്റേറ്റഡ് ബെഡ് റിഡൻ പേഷ്യൻ്റ്, അങ്ങനെയുള്ള പേഷ്യൻറ്റിനും ഈ ഒബ്സ്ട്രക്റ്റീവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അറ്റ്ലറ്റാസിസ് മേ ഓൾസോ റിസൾട്ട് ഫ്രം എക്സസീവ് പ്രഷർ ഓൺ ദ ലങ്സ് ടിഷ്യൂവിൽ എക്സസീവ് പ്രഷർ ഉണ്ടാകുന്നുണ്ട്, വിച്ച് റിസ്ട്രിക്റ്റ് നോർമൽ ലങ്സ് എക്സ്പാൻഷൻ ആൻഡ് ഇൻസ്പിറേഷൻ. അങ്ങനെ ഉണ്ടാകുമ്പം ലങ്സിന് ആവശ്യത്തിന് ഉയരാനും താഴാനും പറ്റാത്ത അവസ്ഥയുണ്ടാവും, അങ്ങനെയും ഉണ്ടാവും. സച്ച് പ്രഷർ മേ ബി reduced by the fluid accumulation within the pleural space, അതായത് പ്ലൂറൽ എഫ്യൂഷൻ. പ്ലൂറൽ ഫേസിൽ ഒരുപാട് ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ പ്ലൂറയ്ക്ക് ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. ഇനി പ്ലൂറൽ ഹീമോതൊറാക്സ്, ബ്ലഡ് ഇൻ ദ പ്ലൂറൽ സ്പേസ്. ദ പ്ലൂറൽ സ്പേസ് ഈസ് ഏരിയ ബിറ്റ്വീൻ ദ പറൈറ്റൽ ആൻഡ് വിസറൽ പ്ലൂറ. പറൈറ്റൽ ആൻഡ് വിസറൽ പ്ലൂറയിൽ ഇടയ്ക്ക് കിടക്കുന്ന ഭാഗമാണിത്. The pressure may also be produced by the pericardium distended with the fluid pericardial effusion. പെരികാർഡിയം ഡിസ്റ്റൻറ്റഡ് ആയാലും അതിലേക്ക് പ്രഷർ, ലങ്സിലേക്ക് പ്രഷർ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ട്യൂമർ ഗ്രോത്ത് വിത്തിൻ തൊറാക്സ് ആൻഡ് എലവേറ്റഡ് ഡയഫ്രം. ട്യൂമർ ഗ്രോത്ത് അവിടെ ഉണ്ടായാൽ ഡയഫ്രം എലവേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, കാരണം ഗ്യാസൊക്കെ കെട്ടി മേളിലേക്ക് പ്രഷർ കൊടുക്കുന്നുണ്ടെങ്കിലും ഈ പ്രശ്നം ഉണ്ടാകാം. ഇതാണ് ഇതിൻ്റെ ഒരു പാത്തോഫിസിയോളജി, എന്തൊക്കെ അനാട്ടമിക്കൽ ചേഞ്ചസുകൾ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, എന്തെല്ലാം ലക്ഷണങ്ങൾ ഈ അറ്റ്ലറ്റാസിസ് കൊണ്ടുണ്ടാവും. ഡെവലപ്മെൻറ്റ് ഓഫ് അറ്റ്ലറ്റാസിസ് യൂസ്വലി ഈസ് ഇൻസിഡിയസ്. സൈൻസ് ആൻഡ് സിംറ്റംസ് ഇൻക്ലൂഡ് എന്തെല്ലാം ലക്ഷണങ്ങൾ? കഫ്, സ്പ്യൂട്ടം പ്രൊഡക്ഷൻ, ലോ ഗ്രേഡ് ഫീവർ. ചുമയുണ്ടാവും. എന്തുകൊണ്ടാണ് ചുമയുണ്ടാകുന്നത്? കാരണം സെക്രീഷൻ കെട്ടിക്കിടക്കുക അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. അപ്പം ആ ചുമച്ചതിനെ പുറത്തേക്ക് കളയാനുള്ളൊരു പ്രവണത ബോഡി കാണിക്കും. ഫീവർ ഈസ് യൂണിവേഴ്സലി cited as a clinical signs of atletasis because there are few data to support this. അറ്റ്ലറ്റാസിസിൻ്റെ ഒരു ക്ലിനിക്കൽ സൈനായിട്ടാണ് ഫീവറിനെ കാണുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിനെ ഉണ്ടാകുന്നത് എന്ന് പറയാനായിട്ട് പറ്റിയ ഒരു ഡേറ്റ നമുക്ക് നിലവിൽ ഇല്ല. മോസ്റ്റ് ലൈക്ലി ദ ഫീവർ ദാറ്റ് അക്കമ്പനീസ് അറ്റ്ലറ്റാസിസ് ഈസ് ഡ്യൂ ടു ദ ഇൻഫെക്ഷൻ ഓർ ഇൻഫ്ലമേഷൻ ഡിസ്റ്റൽ ടു ദ ഒബ്സ്ട്രക്റ്റഡ് ഏരിയ. അതിനുള്ള സാധ്യത എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുമ്പം ഒബ്സ്ട്രക്ഷൻ്റെ താഴേക്കുള്ള ഭാഗത്തേക്ക് ഓക്സിജൻ കിട്ടാതെ വരുമ്പം സ്വാഭാവികമായിട്ട് അവിടുത്തെ ആൽവിയോളിയുടെ പ്രവർത്തനം കുറയുകയും അങ്ങനെ പ്രവർത്തനം കുറഞ്ഞ ആൽവിയോളി പതിയെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. കാരണം അങ്ങനെ ഉണ്ടായി ആണ് ഫീവർ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അതിൽ അടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഒരു സാധ്യതയാണ് മെഡിക്കൽ സയൻസ് വിശ്വസിക്കുന്നത്. കാരണം കംപ്ലീറ്റ്ലി ക്ലിയർ ആയ ഒരു ക്ലിനിക്കൽ ഡേറ്റ അതിനില്ല, പക്ഷെ ഉണ്ടാവുന്നുണ്ട്. ഇൻ അക്യൂട്ട് അറ്റ്ലറ്റാസിസ്
involving the large amount of lungs tissue. In acute atelectasis, ഇൻവോൾവിങ് എ ലാർജ് എമൗണ്ട് ഓഫ് ദ ലങ്സ്, ലാർജ് എമൗണ്ട് ഒരുപാട് ലങ്സ് ടിഷ്യൂവിനെ ഇൻവോൾവ് ആയിട്ടാണ് ഇൻ അക്യൂട്ട് അത്ലറ്റാസിസിൽ ഉണ്ടാകുന്നത്. മാർക്ക്ഡ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് മേ ബി ഒബ്സർവ്ഡ്. ഇങ്ങനെ ഉണ്ടാകുമ്പം റെസ്പിറേറ്ററി ഡിസ്ട്രസ്സിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെയുള്ള റെസ്പിറേറ്ററി ഡിസ്ട്രസ്സുകൾ അതിൽ ഉണ്ടാകാനുള്ള ഉണ്ടാകും. ഇൻ അഡീഷൻ ടു ദീസ് എബോവ് സൈൻസ് ആൻഡ് സിംറ്റംസ്, മേളിൽ പറഞ്ഞേക്കുന്ന ചുമ, പനി മുതലായ സ്പ്യൂട്ടം പ്രൊഡക്ഷൻ, ഈ സൈൻസ് കൂടാതെ ഡിസ്നിയ, ടാക്കിക്കാർഡിയ, ടാക്കിപ്നിയ, പ്ലൂറൽ പെയിൻ ആൻഡ് സെൻട്രൽ സൈനോസിസ്. അതായത് സെൻട്രൽ സൈനോസിസ് എന്ന എ ബ്ലൂയിഷ് സ്കിൻ ഹാഗ് ദാറ്റ് ഈസ് എ ലേറ്റ് സൈൻ ഓഫ് ഹൈപ്പോക്സിയ. അതായത് ഹൈപ്പോക്സിയ, ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്തത് കൊണ്ട് ബോഡി കാണിക്കുന്ന ഹൈപ്പോക്സിയ എന്ന ഒരു സ്റ്റേജ്, അതായത് ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഉണ്ടാകുന്ന സ്കിന്നിനുണ്ടാകുന്ന ഒരു അവസ്ഥയ്ക്കാണ് സെൻട്രൽ സൈനോസിസ് എന്ന് പറയുന്നത്. ഈ സെൻട്രൽ സൈനോസിസ് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, കാരണം നമ്മൾ പ്രതീക്ഷിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ടാകും. പ്ലൂറൽ പെയിന് അതുപോലുള്ള കാര്യങ്ങൾ. ദ പേഷ്യൻ്റ് ക്യാരക്ടറിസ്റ്റിക്കലി ഹാസ് ഡിഫിക്കൽട്ടി ബ്രീത്തിങ് ഇൻ എ സുപ്പൈൻ പൊസിഷൻ ആൻഡ് ആൻഷ്യസ്. സുപ്പൈൻ പൊസിഷൻ, നേരെ ഇരുന്നിട്ടും പേഷ്യൻറ്റിന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അതുകൂടാതെ പേഷ്യൻ്റ് ഒരുപാട് ആൻഷ്യസ് ആയിരിക്കും. ഇത് രണ്ടും അതിൻ്റെ ഒരു ആൻസൈറ്റി, കാരണം ശ്വാസം എടുക്കാൻ പറ്റാത്തതിൻ്റെ ആൻസൈറ്റി പേഷ്യൻറ്റിൻ്റെ മുഖത്തും കാര്യങ്ങളിലൊക്കെ പ്രകടമായിരിക്കും. സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ക്രോണിക് അത്ലറ്റാസിസ് ആർ സിമിലർ ടു ദോസ് ഓഫ് അക്യൂട്ട് അത്ലറ്റാസിസ്. ക്രോണിക്കിൻ്റെയും അക്യൂട്ടിൻ്റെയും ലക്ഷണങ്ങൾ എല്ലാം ഒന്നായിരിക്കും. ബിക്കോസ് ഓഫ് ദ ആൽവിയോളാർ കൊളാപ്സ് ഇൻ ക്രോണിക്, ഇൻഫെക്ഷൻ മേ ഒക്വർ ഡിസ്റ്റൽ ടു ദ ഒബ്സ്ട്രക്ഷൻ. ആൽവിയോളാർ കൊളാപ്സ് ഉണ്ടായതുകൊണ്ട് ഇൻഫെക്ഷൻ മേ ഒക്വർ ഡിസ്റ്റൽ ടു ദ ഒബ്സ്ട്രക്ഷൻ. ഒബ്സ്ട്രക്ഷൻ്റെ താഴത്തേക്കുള്ള ഏരിയയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് എ പൾമണറി ഇൻഫെക്ഷൻ മേ ഓൾസോ ബി പ്രസൻറ്റ്. പൾമണറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ക്രോണിക്കിൽ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയൊക്കെ ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഡയഗ്നോസിസ് ചെയ്യാം, കണ്ടുപിടിക്കാം, അതിനാണ് ഡിക്രീസ്ഡ് ബ്രീത്ത് സൗണ്ട് ആൻഡ് ക്രാക്കിൾസ് ആർ ഹിയർഡ് ഓവർ ദ അഫക്റ്റഡ് ഏരിയ. ഡിക്രീസ്ഡ് ബ്രീത്ത് സൗണ്ട്, അതായത് നമ്മൾ സ്റ്റെത്തോസ്കോപ്പ് വെച്ച് പരിശോധിക്കുമ്പം നമുക്ക് ആ ചില ഭാഗങ്ങളിൽ ബ്രീത്ത്, അതായത് ശ്വാസം അകത്തേക്കും പുറത്തേക്കും വരുന്ന ആ ബ്രീത്തിങ് സൗണ്ട് കുറയും. അതുകൂടാതെ ക്രാക്കിൾസ് എന്ന് പറഞ്ഞാൽ ക്ര എന്ന് പറഞ്ഞ സൗണ്ട് ഇല്ലേ, നമ്മൾ ഈ ഒരു എയർ പോകുന്ന ഭാഗത്തേക്ക് നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം കിടന്ന് കുളുകുളു എന്ന് വെക്കുകയില്ലേ, ആ സൗണ്ട് ക്രാക്കിൾസ് ഉണ്ടാവും. ഇൻ അഡീഷൻ ദ എക്സ്റേ ഫൈൻഡിങ് മേ റിവീൽ ദ പാച്ചി ഇൻഫിൽട്രേറ്റ് ഓർ കൺസോളിഡേറ്റ് ഏരിയ. അതായത് ഒരു മഞ്ഞ് മൂടിക്കിടക്കുന്ന പോലത്തെ ഒരവസ്ഥ എക്സ്റേയിൽ നമുക്ക് കാണാം. കൺസോളിഡേറ്റ് എന്ന് പറയും, കൺസോളിഡേറ്റഡ് ഏരിയ എന്ന് പറയും. ഇൻഫിൽട്രേറ്റ്സ് ഏരിയ, അതായത് എയർ കയറാതെ മഞ്ഞ് മൂടിക്കിടക്കുന്ന പോലെ ചില ഭാഗങ്ങൾ എക്സ്റേയിൽ നമുക്ക് കാണാൻ പറ്റും. ഇൻ എ പേഷ്യൻറ്റ് ഹൂ ഈസ് കൺഫേം ടു ദ ബഡ്, അത്ലറ്റാസിസ് ഈസ് യൂഷ്വലി ഡയഗ്നോസ്ഡ് ബൈ ദ എക്സ്റേ ഓർ ഐഡൻറ്റിഫൈഡ് ബൈ ദ ഫിസിക്കൽ അസസ്മെൻറ്റ് ഇൻ ദ ഡിപ്പെൻഡൻറ്റ് പോസ്റ്റീരിയർ basilar area of the lungs. എക്സ്റേയിലൂടെയോ ബെഡ് റിഡൻ പേഷ്യൻ്റ് ആണ് എക്സ്റേയുടെ ഓർ ഐഡൻറ്റിഫൈഡ് ബൈ ദ ഫിസിക്കൽ അസസ്മെൻറ്റ്, അല്ലെങ്കിൽ ഫിസിക്കൽ അസസ്മെൻറ്റ് ചെയ്ത് പിന്നെ ഡിപ്പെൻഡൻറ്റ്, അതായത് ഡിപ്പെൻഡൻറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിർത്തിക്കൊണ്ടുള്ള പൊസിഷൻ, അല്ലെങ്കിൽ നിർത്തിക്കൊണ്ടെന്ന് പറഞ്ഞാൽ താഴത്തേക്ക് ആളെ ഇരുത്തിക്കൊണ്ടുള്ള പൊസിഷൻ, അല്ലെങ്കിൽ പോസ്റ്റീരിയർ ബാസിലാർ ഏരിയ ഓഫ് ദ ലങ്സ്. ഡിപ്പെൻഡൻറ്റ് പോസ്, അതായത് എങ്ങോട്ടാണോ ലങ്സിൽ ഇരുത്തിക്കൊണ്ട് കിടക്കുന്നത്, ലങ്സിൽ എവിടെയാണോ താഴ്ന്നിരിക്കുന്ന ഭാഗം, അതായത് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ താഴത്തെ ഭാഗം,
അല്ലെങ്കിൽ പോസ്റ്റീരിയർ ബാസിലാർ ഏരിയ ഓഫ് ദ ലെങ്സ്, ഇങ്ങനെയുള്ള ലെങ്സിൻ്റെ ഈ ഏരിയയിലാണ് ഇതിനുള്ള സാധ്യതയുള്ളത്. ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഗ്രി ഓഫ് ഹൈപ്പോക്സീമിയ, ദ പൾസ് ഓക്സിമെട്രി മേ demonstrate a low saturation of hemoglobin with the oxygen less than 90% or lower than normal patient pressure of the arterial oxygen, or a lower than normal patient pressure of arterial oxygen. അതായത് പേഷ്യൻ്റ് പ്രഷർ ഓഫ് ആർട്ടീരിയൽ ഓക്സിജൻ്റെ പ്രഷർ കുറയുന്നത് കൊണ്ട് പൾസ് ഓക്സിമേറ്ററിയിൽ ഒരു 90% ഒക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. പൾസ് ഓക്സിമേറ്ററി ലോ സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ആയിരിക്കും കാണിക്കുന്നത്. സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഇല്ലാത്ത ഹീമോഗ്ലോബിൻ്റെ ലെവലായിരിക്കും കാണിക്കുന്നത്. അപ്പം 90%ഓളമൊക്കെ ഇത് വരാൻ സാധ്യതയുള്ളൂ. പ്രിവെൻഷൻ. അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രിവെൻഷൻ? ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നേഴ്സിംഗ് മെഷേഴ്സ് ടു പ്രിവെൻറ്റ് ദ അത്ലറ്റാസിസ് ഇൻക്ലൂഡ് ഫ്രീക്വൻറ്റ് ടേണിംഗ്, ഏർലി മൊബിലൈസേഷൻ ആൻഡ് സ്ട്രാറ്റജി ടു എക്സ്പാൻഡ് ദ ലങ്സ് ടു മാനേജ് സെക്രീഷൻ. മൊബിലൈസേഷനാണ്, ആളെ തിരിച്ചു കിടത്തണം, മൊബിലൈസ് ചെയ്യണം. സ്ട്രാറ്റജി ടു എക്സ്പാൻഡ് ദ ലങ്സ്, അതായത് ഇങ്ങനെ ലങ്സിനെ കൊണ്ട് പണിയെടുപ്പിക്കണം, കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് കളയുന്ന രീതിയിൽ. അങ്ങനെ സെക്രീഷനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഡീപ്പ് ബ്രീത്തിങ് മാനുവർ അറ്റ്ലീസ്റ്റ് എവറി 2 hours അസിസ്റ്റ് ഇൻ പ്രിവെൻറ്റിംഗ് ആൻഡ് ട്രീറ്റിംഗ് അത്ലറ്റാസിസ്. 2 മണിക്കൂറെങ്കിലും കൂടുമ്പം ഡീപ്പ് ബ്രീത്തിങ് മാനുവർ ചെയ്യിക്കണം. അതായത് നന്നായിട്ട് ഇങ്ങനെ ഓക്സിജൻ പുറത്തേക്ക് തള്ളുകയും അകത്തേക്ക് കാർബൺ ഡൈ ഓക്സിജൻ എടുക്കുകയും ചെയ്യണം. ദ പെർഫോമൻസ് ഓഫ് ദീസ് മാനുവർ റിക്വയർസ് എ പേഷ്യൻറ്റ് ഹൂ ഈസ് അലേർട്ട് ആൻഡ് കോഓപ്പറേറ്റീവ്. ഇത് അലേർട്ടും കോഓപ്പറേറ്റീവും ആയ പേഷ്യൻറ്റിന് മാത്രമേ ഈ പറഞ്ഞു കൊടുത്താൽ ചെയ്യത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പരാജയം. പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫോഴ്സ്മെൻറ്റ് ആർ കീ ടു ദ സോഴ്സ് ഓഫ് ദീസ് ഇൻ്റർവെൻഷൻ. പേഷ്യൻറ്റിനെ ഇത് ചെയ്യാനായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുകയും പേഷ്യൻ്റ് കോപ്പറേഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണം. കാരണം പെയിനൊക്കെ ഉള്ളതുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻ്റ് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ നമ്മളത് പ്രോത്സാഹിപ്പിച്ച് ചെയ്യണം. ദ യൂസ് ഓഫ് ഇൻസെൻറ്റീവ് സ്പൈറോമെട്രി ആൻഡ് വോളണ്ടറി ഡീപ്പ് ബ്രീത്തിങ് എൻഹാൻസ് ദ ലങ്സ് എക്സ്പാൻഷൻ, ഡിക്രീസ് ദ പൊട്ടൻഷ്യൽ ഫോർ ദ എയർവേ ക്ലോസർ ആൻഡ് മേ ജനറേറ്റ് എ കഫ്. കാരണം സ്പൈറോമെട്രി ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റാണ്. ലൈൻസ് എക്സ്പാൻഡ് ചെയ്യും, കഫ് ഉണ്ടാക്കും. ദ സെക്രീഷൻ മാനേജ്മെൻറ്റ് ടെക്നിക് മേ ബി ഇൻക്ലൂഡ് ഡയറക്റ്റ് കഫ് സക്ഷനിങ്, എറോസോൾ nebulizer treatment followed by chest physiotherapy, postural drainage and chest percussion and bronchoscopy. Secretion management ചെയ്യണം. In some setting a metered dose inhaler MDI is used to dispense the bronchodilator rather than aerosol nebulizer treatment. ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇനി മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്? The goal in treating the patient with athletasis is to improve ventilation and remove secretion. ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് വെന്റിലേഷനെ ഇംപ്രൂവ് ചെയ്യുകയും സെക്രീഷനെ റിമൂവ് ചെയ്യുകയും ചെയ്യുകയാണ്. The strategy to prevent athletasis which include frequent training, early ambulation, lungs volume expansion measures, deep breathing exercise, intensive spirometry and cuffing also serve as the first line measures to minimize or treat athletasis by improving ventilation. അതായത് വെന്റിലേഷനിലൂടെയാണല്ലോ
കുറവ് കൊണ്ടാണല്ലോ. അപ്പോൾ വെന്റിലേഷനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഇൻ എ പേഷ്യൻറ്റ് ഹൂ ഡു നോട്ട് റെസ്പോണ്ട് ടു ദ ഫസ്റ്റ് ലൈൻ മെഷേഴ്സ്, ഈ ആദ്യത്തെ വെന്റിലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെഷറുകളൊന്നും നടപ്പാകുന്നില്ലെങ്കിൽ, or who cannot perform deep breathing exercise, other treatment such as positive expiratory pressure or PEEP therapy, a simple mask and one-way valve system that provide varying amount of expiratory resistance, continuous or intermittent positive pressure breathing or bronchoscopy may be used. Expiratory pressure പോസിറ്റീവ് എക്സ്പിറേറ്ററി പ്രഷറോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇൻ്റർമിറ്റൻറ്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്ങോ, ഐപാപ്പ്, പീപ്പ്, ഐപാപ്പ്, ബ്രോങ്കോസ്കോപ്പിയോ ഉപയോഗിക്കേണ്ടി വരും ഈ ഫസ്റ്റ് ലൈൻ ചെയ്യാത്ത പേഷ്യൻറ്റിന്. ഓൾദോ ദ ഐപാപ്പ് മേ ബി യൂസ്ഡ് ഇൻ സം സെറ്റിംഗ്, ഫ്യൂ ഡേറ്റ support its use in the post-operative setting before initiating more complex, costly or labor-intensive therapy. The nurse should ask several questions. Has the patient been given the adequate trial of deep breathing exercise? കാരണം ഇതൊക്കെ കോസ്റ്റ്ലി പ്രൊസീജിയറുകളാണ് ഐപാപ്പ് പോലെ. അപ്പം അതിനു മുമ്പ് പല കാര്യങ്ങളും നേഴ്സ് ശ്രദ്ധിക്കണം. If the cause of atelectasis is bronchial obstruction from secretion, or secretion may be removed by the coughing and suctioning to permit the air to re-enter that portion of the lungs. Obstruction മൂലമാണെങ്കിൽ കഫിങ്ങിനെ സപ്പോർട്ട് ചെയ്യണം. Chest physical therapy, chest percussion, postural drainage may also be used to mobilize secretion. Nebulizer treatment with a bronchodilator medication or sodium bicarbonate may be used to assist the patient in the extraction of the secretion പുറത്തേക്ക് വരാൻ, തുപ്പിക്കളയാൻ വേണ്ടിയിട്ട് ഇതിനെല്ലാം ഈ ബ്രോങ്കോഡൈലേറ്ററും എല്ലാം നമ്മൾ കൊടുക്കണം. If respiratory care measures fail to remove the obstruction, the bronchoscopy is performed. Bronchoscopy ചെയ്യണം. Severe or massive atelectasis may lead to acute respiratory failure, especially in the patient with the underlying disease. Acute respiratory ഫെയിലിയറിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട്. Endotracheal intubation and mechanical ventilation may be necessary. അങ്ങനെയുള്ള പേഷ്യൻറ്റിന് വെന്റിലേറ്റർ ഇടേണ്ടി വരും. Prompt treatment reduce the risk of acute respiratory failure or pneumonia. പെട്ടെന്ന് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഈ ന്യൂമോണിയ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ സംരക്ഷിക്കാൻ പറ്റും. If atelectasis has resulted from the compression of the lungs tissue, ഈ ലങ്സ് ടിഷ്യൂവിൽ നിന്നുള്ള കംപ്രഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ the goal is to decrease the കംപ്രഷൻ കുറയ്ക്കുക. അപ്പം പ്ലൂറൽ എഫ്യൂഷൻ, with the large pleural effusion that is compressing the lungs tissue and causing alveolar collapse, treatment may include thoracentesis, removal of fluid by the needle aspiration, and the insertion of the chest tube. The measure to increase the lungs expansion described above are also used. The management of chronic atelectasis focus on removing the cause of obstruction of the airway or the compression of the tissue of the lungs tissue. For example, bronchoscopy may be used to open the airway obstructed by the lungs cancer or non-malignant lesion, and the procedure may be involved cryotherapy and laser therapy. The goal is to reopen the airway and provide ventilation to the collapsed area. In some case, surgical management may be indicated. ഇത്രയാണ് atelectasis കുറിച്ചുള്ള ഒരു സ്മോൾ ഡീറ്റെയിൽ എന്ന് പറയുന്നത്.